ഈ പ്രതിച്ഛായ നഷ്ടം ശരിക്കും ഈ പറയുന്ന നവകേരള സദസ്സിനെ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. ആ, അതിനെ കുറച്ച് സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ 10 ജില്ലകൾ കഴിഞ്ഞ് 11ാമത്തെ ജില്ലയിലേക്ക് കടക്കുന്ന സമയത്ത് ആ, ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളെ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന നവകേരള സദസ്സിന് ഒരു പോറലും എത്താതെ, ഒരു പോറലും ഏൽക്കാതെ തിരുവനന്തപുരം ഒരു വൻ വിജയമായി മാറിയേനെ. പക്ഷേ എന്ത് സംഭവിക്കുന്നു സുജിയ? ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളെ ഒരു അവധാനതയോടുകൂടി അല്ലാതെ കൈകാര്യം ചെയ്തുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ വലുതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇപ്പം അനിൽ കല്യൂരായാലും ഈ പറഞ്ഞ രണ്ടാമത്തെ ആളായാലും സന്ദീപായാലും ചെയ്ത ദൃശ്യം കാണുമ്പോൾ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഞാൻ അതിനകത്ത് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം ഇങ്ങനെ വരികയാണ്. ആ മുഖ്യമന്ത്രിയുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് നിൽക്കുന്നു. അതിന് മുൻപിൽ ഒരു ഒരാൾ വന്നിട്ട് പിന്നെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുന്നതനുസരിച്ചിട്ടാണ് ആ വാഹനം നിൽക്കുന്നതിൻ്റെ പുറകിലാണ് ഈ പറയുന്ന അനിൽ കല്യൂരിൻ്റെ വാഹനം വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ എന്ന് പറയുന്നത് രണ്ട് പിന്നെ വാഹനങ്ങളാണ്. ഒരു പൈലറ്റ് വാഹനം മുൻപിലും ഒരു പൈലറ്റ് വാഹനം പുറകിലുമാണ് ഈ പറഞ്ഞ ബസ്സിൻ്റെ മുൻപിലും പുറകിലും പോകുന്നത്. അത് സാധാരണ ഏതെങ്കിലും ഭാഗത്ത് ഈ കരിങ്കൊടി കാണിക്കുന്നുണ്ടെങ്കിൽ ആ സൈഡിനോട് ചേർന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തെ കടത്തിക്കൊണ്ട് പോകാനാണ് നടക്കുന്നത് സാധാരണ. ഇതിലെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വാഹനം അങ്ങനെ നിന്നിട്ടില്ല. ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും വാഹനം ഇവിടെ നിന്ന് ഇത് പക്ഷേ അങ്ങനെയല്ല. ഈ ബസ് മുഖ്യമന്ത്രിയുടെ വാഹനം അവിടെ നിൽക്കുന്നു. അതിൻ്റെ ഒരു ആധികാരികതയിലാണെന്ന് തോന്നുന്നു ഇദ്ദേഹം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ഇദ്ദേഹത്തെ അടിക്കുന്നതും. ഈ അടിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അത് അടിക്കേണ്ട കാര്യം ഈ അനിൽ കല്യൂർ എന്ന് പറയുന്ന ആൾ പിണറായി വിജയൻ്റെ ഒരു സന്തത സഹചാരി, വർഷങ്ങളായിട്ട് കൂടെയുള്ള ആളാണ്. അദ്ദേഹം ഇത്ര നാളായിട്ട് അങ്ങനെ പ്രകോപനപരമായ ഒരു ക്രിമിനലാണെന്നുള്ള മൈൻഡ് സെറ്റ് ഒന്നും എനിക്കില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നും ഇത്ര വർഷമായിട്ട് അങ്ങനെ ഒരു പ്രകോപനമായ സംവിധാനങ്ങൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളാണ്. അങ്ങനെയൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിവിറ്റീസ് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എന്താണെന്നറിയില്ല, അദ്ദേഹം ഇന്ന് ചെയ്തതിൻ്റെ അദ്ദേഹത്തിന് അന്നേരത്തെ വികാരമായിരിക്കാം അത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഗൺമാനാണ്, മുഖ്യമന്ത്രിൻ്റെ സുരക്ഷ ഒരുക്കുന്ന ഒരു ഗൺമാനാണ്. അദ്ദേഹം ഇറങ്ങുമ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ അദ്ദേഹത്തിന് മുന്നിൽ കണ്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നികേഷ് കുമാർ പറഞ്ഞതുപോലെ ആ സംവിധാനത്തിൽ വന്നിട്ട് ഈ നീണ്ട വടി വെച്ച് അടിക്കുക. ആ നീണ്ട വടി അവരത് യൂസ് ചെയ്യുന്നത് തന്നെ ഞാൻ ഇതിന് മുൻപ് കണ്ടതാണ്. നമ്മുടെ പെരുമ്പാവൂരാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ വാഹനം ഓടിക്കൊണ്ട് പോകുമ്പോൾ കൈ തെറ്റി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ കൈയിൻ്റെ ഇവിടെ മുറിയുന്നുണ്ട്. അത് ഈ വടിയാണ്. കാരണം അത് ഈ പറയുന്ന സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ ഈ ബസ്സിനോട് എത്താതിരിക്കാൻ ഈ വാഹനത്തിൻ്റെ മുൻപിൽ ചാടുന്നു എന്നുള്ളതായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ പരാതി. ആ മുൻപിൽ ചാടാതിരിക്കാനുള്ള എന്താണോ ചെയ്യുന്നത് ആ സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇവർ പേരും ചെയ്തത് ഈ പറഞ്ഞ നവകേരള സദസ്സിൻ്റെ പ്രതിച്ഛായനെ ബാധിക്കുമെന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ ഇനിയെങ്കിലും അങ്ങോട്ട് ഇതിനെ ഒരു കേരള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ ആരായിക്കോട്ടെ എങ്കിലും അവർക്കെല്ലാവർക്കും സമരം നടത്താനും അതിനെതിരെ ആഹ്വാനം ചെയ്യാനും ഒക്കെ അധികാരമുണ്ടെന്നേ. അത് ആർക്കാണ് കൈഗുരി കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? അതിന് ഈ അർത്ഥത്തിൽ ഇതിന് കണ്ട് മുന്നോട്ട് പോകുന്നത് ഈ പാർട്ടിക്കും ഈ പ്രസ്ഥാനത്തിനും ഈ സർക്കാരിന് ഭൂഷണമല്ല എന്ന് കൂടെ ഞാൻ പറയുന്നു. ഓക്കെ, ഡോക്ടർ അരുൺകുമാർ. Meet the editors.